ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം കേരള ലഞ്ച് മെനുവിൻ്റെ 88ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ മെനു എന്ന് പറയുന്നത് വയറിനും ഡൈജഷനും ഗട്ടിനും ഒക്കെ നന്നായിട്ടുള്ള 2 റെസിപ്പീസാണ്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഉണ്ടാക്കിയത് പാലക്കാട് സൈഡിൽ ഉണ്ടാക്കുന്ന ഒരു പച്ചടി പോലത്തെ തക്കാളി കറിയാണ്. തക്കാളിയൊക്കെ വേവിച്ചിട്ട് ഉണ്ടാക്കുന്നത്. അതിന് കോമ്പിനേഷനായിട്ട് പിണ്ടിയും മുതിരയും രണ്ടും വയറിന് നല്ല ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ടുള്ള ഒരു ഉലർത്തുമാണ്. പിന്നെ സാലഡും നമ്മുടെ പപ്പടവും അച്ചാറൊക്കെ വെച്ചിട്ട് നമ്മുടെ മെനു റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മെനുവിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ റെസിപ്പി വേവിച്ച തക്കാളിയുടെ കറിയാണ്. ഇതിന് മീഡിയം ഫ്ലെയിമിൽ ഞാൻ തക്കാളി റഫായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. അത് വേവുന്ന സമയം കൊണ്ട് തേങ്ങ, കടുക്, പച്ചമുളക് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ തക്കാളി വെന്ത് നന്നായിട്ട് മാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത തേങ്ങയുടെ മിക്സ്ചറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു തിള വരുന്ന വരെ നമുക്ക് ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൈര് നന്നായിട്ട് അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടുപ്പത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്താൽ നമ്മുടെ കറി റെഡിയാവും. ഇതിലേക്ക് വറുത്തിടുക മാത്രമേ വേണ്ടൂ. അപ്പോൾ വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും മുളകും കൂടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കറി റെഡി. സൂപ്പർ സിമ്പിൾ റെസിപ്പിയാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് പിണ്ടി മുതിര ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് മുതിര ഞാൻ ഓൾറെഡി പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെറും വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് പിണ്ടി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. പിണ്ടി നന്നായി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമാണ് നാരൊക്കെ മാറ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ മാത്രം ഒഴിക്കുക. അല്ലെങ്കിൽ മുതിര കുക്ക് ചെയ്ത വെള്ളം മതിയെങ്കിൽ അത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഒരു വിസിലിന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് വെളിച്ചെണ്ണയിൽ കറിവേപ്പില ഇട്ട് പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായി വഴറ്റിയെടുത്ത് കഴിഞ്ഞ് അത് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ അതിലേക്ക് മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ മുളക് പൊടിയും ചേർക്കാം. ഇതന്നെ വേണമെന്നില്ല. അതും ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ മുതിരയും പിണ്ടിയും വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ ഇത് റെഡിയാവും. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മാക്സിമം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ ഈ പിണ്ടിയും മുതിരയുടെ ഉലർത്ത് റെഡിയാവും. അപ്പോൾ ഈ 2 സിമ്പിൾ റെസിപ്പീസ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പീസുമായിട്ട് ഞാൻ തിരിച്ചു എത്തുന്നതായിരിക്കും. അതുവരെ ബൈ.